നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ പാമ്പ് കടിച്ചു. ഉറക്കറയിൽ വിധി. ശംഖുവരയന്റെ രൂപത്തിൽ താലോലിച്ചുറക്കിയ മകൻ. ഇനി നോവായ ഓർമ്മ. കോടാലി. ഉറങ്ങിക്കിടന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ വിരിപ്പിനടിയിൽ ഒളിച്ചിരുന്ന പാമ്പ് കടിച്ചു എന്ന നടുക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് ആ കുടുംബം ഉണർന്നത് കടുത്ത വേദനയോടെയാണ്. കോടാലി വള്ളിക്കുളങ്ങര സ്വദേശികളായ സിൽജോയുടെയും ജോൺസിയുടെയും 8 വയസ്സുകാരനായ മകൻ ആൽജോ ഇനിയില്ലെന്ന സത്യം ആ വീടിന്റെ പ്രകാശമണച്ചിരിക്കുന്നു. മൂത്ത സഹോദരൻ അനോജ് 10 ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുമ്പോൾ ദൈവത്തിന് പോലും സഹിക്കാനാവാത്ത വേദനയിലൂടെയാണ് ഈ കുടുംബം കടന്നുപോകുന്നത്. പത്രത്താളിലെ വെറുമൊരു മരണവാർത്തയല്ല ആൽജോയുടെ വേർപാട്. അത് ഒരു കുടുംബത്തിന്റെ സർവ്വ പ്രതീക്ഷകളും തകർന്നടിഞ്ഞ ദുരന്തമാണ്. പള്ളപ്പെരുന്നാൾ ആഘോഷത്തിന്റെ സന്തോഷം ബാക്കിവെച്ചാണ് ആ കുട്ടികൾ അന്ന് ഉറങ്ങാൻ കിടന്നത്. അമ്മ താലോലിച്ച് കിടത്തിയ മക്കൾക്ക് കൂട്ടിരിക്കാൻ പാമ്പിന്റെ രൂപത്തിൽ മരണം അരികിലുണ്ടായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. പുലർച്ചെ കുട്ടികൾക്ക് അസ്വസ്ഥത തുടങ്ങിയപ്പോൾ തങ്ങൾ കുടിച്ച മിൽക്ക് ഷേക്കിനെയാണ് ആ മാതാപിതാക്കൾ സംശയിച്ചത്. മകന്റെ ജീവൻ രക്ഷിക്കാൻ ആശുപത്രിയിലേക്ക് പായുമ്പോഴും തങ്ങളുടെ വീടിനുള്ളിൽ ഇത്രയും വലിയൊരു ചതി ഒളിച്ചിരിപ്പുണ്ടെന്ന് ആ പാവങ്ങൾ കരുതിയില്ല. ഭയപ്പെടുത്തുന്ന തിരിച്ചറിവ്. ആശുപത്രിയിൽ വെച്ച് ഭക്ഷണപ്പകർച്ചയല്ല, ഫുഡ് പോയ്സണിംഗ് മരണകാരണമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആ മാതാപിതാക്കളുടെ ഉള്ളിലുണ്ടാക്കിയ ആദി വിവരണാതീതമാണ്. തിരികെ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ കണ്ട ആ കാഴ്ച ആരെയും തളർത്തുന്നതായിരുന്നു. കുട്ടികൾ തല ചായ്ച്ചുറങ്ങിയ തലയണയുടെ തൊട്ടടിയിൽ ഒട്ടും വെളിച്ചം കടക്കാത്ത വിരിപ്പിനുള്ളിൽ ഒരു ശംഖുവരയൻ ചുരുണ്ടുകൂടി കിടക്കുന്നു. സ്വന്തം കൈകൊണ്ട് വിരിച്ചു കൊടുത്ത വിരിപ്പിനുള്ളിൽ മകൻ അന്ത്യശ്വാസം വലിച്ചു എന്നത് ആ അമ്മയുടെയും അച്ഛന്റെയും നെഞ്ചുപിളർക്കുന്ന നൊമ്പരമാണ്. നിശബ്ദനായ കൊലയാളി, വെള്ളിക്കെട്ടൻ എന്നും വിളിക്കപ്പെടുന്ന ഈ പാമ്പ് പത്രവാർത്തകളിൽ പോലും പലപ്പോഴും നിശബ്ദനാണ്. കാരണം ഇത് കടിച്ചാൽ വേദനയോ വലിയ മുറിവോ ഉണ്ടാകില്ല. ഉറക്കത്തിൽ കടിയേറ്റ ആ കുട്ടികൾ അത് അറിഞ്ഞതുപോലുമില്ല. വേദന കൊണ്ട് നിലവിളിക്കാൻ പോലും അനുവദിക്കാതെ ജീവൻ കവരുന്ന ശംഖുവരയൻ എന്ന കൊടുംവിഷമുള്ള പാമ്പ്. ഒരു കുടുംബത്തിന്റെ ചിരിയാണ് നിമിഷനേരം കൊണ്ട് മായിച്ചു കളഞ്ഞത്. വായനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ. തിരിച്ചറിയാത്ത മരണം. ശംഖുവരയൻ കടിക്കുമ്പോൾ വേദനയോ മുറിവോ ഇല്ലാത്തതിനാൽ ഉറക്കത്തിൽ കടിയേറ്റാൽ ആരും അറിയില്ല. വിഷം നേരിട്ട് നാഡികളെ ബാധിക്കുന്നതോടെ ശ്വാസം മുട്ടിയാണ് മരണം സംഭവിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന ലക്ഷണങ്ങൾ. ഇതിന്റെ വിഷമേറ്റാൽ വയറുവേദനയും ഛർദിയും ഉണ്ടാകുന്നത് സാധാരണമാണ്. ഇതുകൊണ്ടാണ് ആൽജോയുടെ കാര്യത്തിലും വീട്ടുകാർക്ക് ഇതൊരു ഭക്ഷ്യവിഷബാധയാണെന്ന തെറ്റായ ധാരണയുണ്ടാക്കിയത്. പ്രാർത്ഥനയോടെ ഒരു നാട്. ആൽജോയുടെ വേർപാടിൽ തളർന്നുപോയ സിൽജോയെയും ജോൺസിയെയും ആശ്വസിപ്പിക്കാൻ നാട്ടുകാർക്ക് വാക്കുകളില്ല. മുറ്റത്ത് പകുതിയിൽ ഉപേക്ഷിച്ച ആൽജോയുടെ കളിപ്പാട്ടങ്ങൾ നോക്കി നൊമ്പരപ്പെടാനേ അവർക്ക് കഴിയുന്നുള്ളൂ. അനോജിന്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ഈ നാട് മുഴുവൻ. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന ആ 10 വയസ്സുകാരൻ എത്രയും വേഗം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മരണം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പറയാനാവില്ലെങ്കിലും സുരക്ഷിതമെന്ന് നാം കരുതുന്ന കിടപ്പുമുറികളിൽ പോലും എത്രമാത്രം ജാഗ്രത വേണമെന്ന് ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ദുരന്തം മാറുന്നു.